സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 30ാമത്തെ ദശകം നമ്മൾ തുടങ്ങി വെച്ചു. മഹാബലിയുടെ ചരിതം ആണ് തുടങ്ങി വെച്ചത്. ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായ അസുരന്മാർ ശുക്രാചാര്യനാൽ ജീവിപ്പിക്കപ്പെട്ടു. മഹാബലി നല്ല ധർമ്മിഷ്ഠനായ ഒരു രാജാവായി, ചക്രവർത്തി, 3 ലോകവും കീഴ്പ്പെടുത്തി. സൽക്കർമ്മങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് ഐശ്വര്യം ഉണ്ടായി. കർമ്മം നന്നായ ഐശ്വര്യം ഉണ്ടാവും. ദേവനായിക്കോട്ടെ അസുരനായിട്ട് അത് വിഷയമല്ല. ഭഗവാന് പക്ഷഭേദമില്ലല്ലോ. കർമ്മഫലങ്ങൾക്ക് പക്ഷഭേദമില്ല. നല്ലതാണ് വിചാരിച്ച് വംശം നന്നായിട്ട് തോന്നിയത് കാണിച്ചപ്പോഴും അബദ്ധം ഉണ്ടാവും. അപ്പം മഹാബലി എങ്ങനെ ആ ഐശ്വര്യം വർദ്ധിച്ച് ദേവന്മാരുടെ സ്വർഗം കീഴ്പ്പെടുത്തി. അവിടെ ഒരു തെറ്റുപറ്റി. അന്യൻ്റെ സ്വന്താക്കാൻ പാടില്ല. വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൊണ്ടുപോകും. അങ്ങനെയായാൽ അതിഥി ദേവമാതാവ് ദുഃഖിച്ച് കശ്യപനോട് ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ കുട്ടികൾ അനാഥരായിട്ട് ഇതാ അലയണു, സ്വർഗം അവരുടെ കയ്യിൽ നിന്ന് പോയി. ആ കശ്യപൻ, അതിഥി നീ വിഷമിക്കേണ്ട, പയോവ്രതം എന്ന് പറഞ്ഞിട്ടൊരു വ്രതം നീ അനുഷ്ഠിച്ചാൽ 12 ദിവസം പാല് മാത്രം ഭക്ഷിച്ച് അനുഷ്ഠിക്കേണ്ട വ്രതമാണ് അത്. അങ്ങനെയാകുമ്പോൾ ഭഗവാൻ നമ്മുടെ പുത്രനായിട്ട് വരും, പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. ഈ 3ാമത്തെ ശ്ലോകം, തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമ ചതുർഭുജവപുസ്ത്വയമാ വിരാസീ നമ്രാഞ്ജതാം ഇഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പലപന്നയാസീ. തസ്യാവധൗ, അവധി എന്നുള്ളതിന് വേറെ വിഭാഗമാണ് അവധൗ, അവധിയിൽ. ആ 12 ദിവസമാകുന്ന അവധി കഴിഞ്ഞപ്പോൾ, തസ്യാവധൗ, അവധി തീർന്നപ്പോൾ, 12 ദിവസം വ്രതം പിന്നിട്ടപ്പോൾ എന്തായി? ത്വയി നിലീന മതേ, അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടി അതിഥി ആയി തീർന്നു. ഭഗവാൻ മനസ്സിലങ്ങനെ വിളങ്ങാൻ തുടങ്ങി. 12 ദിവസത്തെ വ്രതാനുഷ്ഠാനം കൊണ്ട് മനഃശുദ്ധി നേടിയ അതിഥി ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടു. ശ്യാമ ചതുർഭുജവപുസ്വയമാഭിരാസി. ശ്യാമ, നീലമേഘശ്യാമള നിറത്തോടു കൂടിയതും ശംഖചക്ര ഗദാപത്മത്തോടു കൂടിയവനും, ചതുർഭുജം, 4 കൈകളിൽ ദിവ്യായുധങ്ങൾ, താമരയുണ്ട്, താമര ആയുധമല്ല കേട്ടോ, ശംഖ, ചക്രം, ഗദ, താമര എന്നിവയോട് കൂടിയ രൂപത്തോടു കൂടിയവനായിട്ട് അങ്ങ് ആവിരാസി, ആവിർഭവിച്ചു. നമ്രാം ചതാമിക ഭവത്തനയോ ഭവേയം, ആ ഭഗവാനെ നമസ്കരിച്ചു. നമ്രാം, നമസ്കരിക്കുക, തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്ന അവളോട്. ചതാം ഇഹ ഭവത്തനയോ ഭവേയം, ഞാൻ ഭവതിയുടെ പുത്രനായിട്ട് വരാം, പേടിക്കണ്ട. വാമന അവതാരം ആണ് അവിടെ ഉദ്ദേശിച്ചത്. വാമനായി അവതരിച്ച് എന്തു ചെയ്യും? സ്വർഗലോകം അവരിൽ നിന്ന് മേടിച്ച് തന്നോളാം. നമ്രാം ചതാം, നമസ്കരിക്കുന്നതായിട്ടുള്ളവളെ. ഭവത്തനയോ ഭവേയം, അതിഥി, ഭവതിയുടെ പുത്രനായിട്ട് ഞാൻ വാമനാവതാരം കൈക്കൊള്ളാം. എന്നിട്ട് സ്വർഗലോകം വീണ്ടെടുക്കാൻ 2 അടി കൊണ്ട് 3 ലോകവും അളക്കുക. ആ സ്വർഗലോകം മഹാബലിയിൽ നിന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അതുവരെ ഈ കണ്ട കാര്യം ആരോടും പറയണ്ട, രഹസ്യമായിട്ട് വെക്കണം. ഗോപ്യം മദീക്ഷണം, എന്നെ കാണൽ രഹസ്യമായിട്ട് വയ്ക്കുക. ഇതാരോടും ഇപ്പോൾ പറയണ്ട. ചില കാര്യങ്ങളൊക്കെ രഹസ്യത്തിലാണ് നിൽക്കണമെന്നാണ്. അതാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് പറയും, ഒരു നല്ല സ്വപ്നം നമ്മൾ നല്ലൊരു സ്വപ്നമാണ് കണ്ടതെങ്കിൽ അത് പറയരുത് എന്നാണ്. പറഞ്ഞാൽ അതിൻ്റെ ബലം പോയി.
ഗോപ്യം, അത് ഗോപ്യമായിട്ട് വയ്ക്കുക. അപ്പോൾ ആ നല്ല സ്വപ്ന ഫലം ചിലപ്പോൾ നമുക്കുണ്ടാവാം, ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ, എപ്പോഴൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അതെങ്കിലും ഉണ്ടാവണം വെച്ചാൽ അത് പറയരുത്. ചീത്ത കണ്ടാലോ അത് പറയണം, അതിൻ്റെ ബലം അതോടുകൂടിയാണ് പോയി. അതിൽ കണ്ട ചീത്ത സംഭവിക്കില്ല അത്രേ. ചീത്ത കണ്ട ആരോടെങ്കിലും പറയണം. നല്ല സ്വപ്നം ഗോപ്യം മതീക്ഷണം, ഗോപ്യമായിട്ട് വെച്ചാൽ എത്ര നല്ലൊരു അനുഭവം നമുക്കുണ്ടാവുള്ളൂ. പറഞ്ഞാൽ അതിൻ്റെ ബലം പോയി. ഗോപ്യം മതീക്ഷണം ഇതി പ്രലപന്നയാസി, എന്നെ കണ്ട കാര്യം രഹസ്യമായിട്ട് വെച്ചു കൊള്ളണം എന്ന് അതിഥിയോട് പറഞ്ഞു. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ചാമാച്ചതുർഭുജവഭുസ്വയമാവിരാസി. അവധി 12 ദിവസത്തെ അവധി കഴിഞ്ഞപ്പോൾ അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയ അതിഥിയുടെ മുമ്പിൽ ശംഖചക്രഗദാപത്മാദികൾ ധരിച്ച് 4 കൈകളോടെ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ആവിർഭവിച്ചു. നമ്രാംചതാമിഹ, നമസ്കരിക്കുന്നതായിട്ടുള്ള അവളോട് മകനായിട്ട് വരാം എന്ന് പറഞ്ഞു. ഭവത്തനയോ, തനയൻ പുത്രൻ ആയിട്ട് ഭവേയം, ഞാൻ വരാം. ഗോപ്യം മതീക്ഷണമിതി പ്രലപന്നയാസി, കണ്ടതായിട്ടുള്ള കാര്യം രഹസ്യമായിട്ട് വയ്ക്കാൻ അരുളി ചെയ്യുകയും ചെയ്തു. ത്വം കാശ്യപേ തപസി സന്നിധദത്തദാനിം പ്രാപ്തോസി ഗർഭമതേ പ്രണതോ വിധാത്ര പ്രാസൂത ച പ്രകട വൈഷ്ണവദിവ്യരൂപം സാ ദ്വാദശീ ശ്രവണപുണ്യദിനേ ഭവന്തം. സ്തുതിയൊക്കെ ഭാഗവത്തിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്രാഞ്ചതാം, ഇവിടെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഭാഗവത്തിലോ യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്ചപണമംഗളനാമധേയ ആപന്നലോകവൃജനോവ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്തോത്രമാണ്. യജ്ഞേശ, യജ്ഞപുരുഷ, ഗോയജ്ഞവാഹന സഹസ്രനാമത്തിൽ പറയൂലോ. ആപത്തിൽപ്പെട്ടവർക്ക് ആശയമായിട്ട് ഭവിക്കുന്നവനെ ഞങ്ങൾക്ക് ശംനക്തീശ, ശം സമാധാനം, ശാന്തിയെ ചെയ്താലും. നല്ലൊരു സ്തുതി, 3 ശ്ലോകമേ ഉള്ളൂ അതിഥിയുടെ സ്തുതി. ഇപ്പം ഇവിടെ ആ സ്തുതിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഭഗവാനോട് മറിഞ്ഞു. ത്വം കാശ്യപേ തപതി സന്നിധദത്തദാനി, നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അവിടെ ആരാ സ്തുതിക്കുന്നത് വെച്ചാൽ ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് സ്തുതിക്കുന്നുണ്ട്. ഗർഭഗതനായിട്ടുള്ള ഭഗവാനെ ബ്രഹ്മാവ് സ്തുതിച്ചു എന്നും പറഞ്ഞിട്ടൊരു സ്തുതി. അതെന്താ? ഈ 3 ലോകത്തിൻ്റെയും മോഹത്തെയും തൻ്റെ മുതുകത്തേറ്റിയ ഭഗവാനെ, വേദത്തിലത്തെ അർത്ഥമാണ് അങ്ങനത്തെ സ്തുതിയൊക്കെ. ഏതൊരു ഭഗവാനാണ് 3 ലോകത്തെ തൻ്റെ നാഭിയിലേക്ക് ഒതുക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ഇപ്പോൾ കീഴ്പോട്ട് പതിച്ചതായിട്ടുള്ള ദേവന്മാർക്ക് അങ്ങല്ലേ ആശ്രയം. എന്താ കീഴ്പ്പെട്ട് പതിച്ചു എന്ന് പറയാൻ കാരണം? സ്വർഗമൊക്കെ പോയിരിക്കണു, മഹാബലിയുടെ അടുത്തായി. അതാണ് കീഴ്പോട്ട്. അവർക്ക് നൗ എന്ന് പറഞ്ഞാൽ തോണിയല്ലേ അല്ലയോ സർവേശ്വര അവിടുന്ന്, അതിനല്ലേ ഇപ്പം അങ്ങയുടെ അവതാരം ഉണ്ടാവാൻ പോകുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ദേവന്മാർക്ക് ആശയമായിരിക്കുന്ന അങ്ങയെ നമസ്കരിക്കുന്നു. ഇപ്രകാരം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട് ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവാമൃതപൂരദിത്യം ചതുർഭുജശങ്കഗദാബ്ജചക്ര പിശങ്കവാസാനളിനായ ദക്ഷിണ. ഇത്ര നല്ല ശ്ലോകഭാഗത്തിൽ അറിയോ? തം വിരിഞ്ചസ്തുതകർമ്മവീര്യ, ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടതായിട്ടുള്ള വീര്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ. തം വിരിഞ്ചസ്തുതകർമ്മവീര്യ പ്രാദുർബഭൂവാതിഥിർഗുണ പ്രാദുർബഭൂവാം, സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാൻ ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട് ആ കശ്യപൻ്റെ അന്തഃപുരത്തിൽ ചതുർഭുജ ശംഖഗദാബ്ജചക്ര, ശംഖചക്രഗദാപത്മാദികളോടുകൂടി പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം. ഇവിടെ അങ്ങനെ പറഞ്ഞ് പ്രകട വൈഷ്ണവ ദിവ്യരൂപം അതിൽ ഒതുക്കി. ഭാഗവത്തിലോ ഗദാബ്ജ ശംഖചക്ര ചതുർഭുജ ശംഖഗദാബ്ജചക്ര, ആ രൂപത്തെ ഒന്നാണ് വർണ്ണിച്ചു. ഇന്നീൻ്റെ അടുത്ത ശ്ലോകത്തിൽ ശ്യാമാവതാത ചഷരാജകുണ്ടല തിഷോല്ലസ ശ്രീവനമാലയാഹരി, വനമാല കൗസ്തുഭം മുതലായിട്ടുള്ള മറ്റ് ആഭരണങ്ങളോടുകൂടി പരിപൂർണ തേജസ്സോടുകൂടി ആ കശ്യപൻ്റെ അന്തഃപുരത്തിൽ, അതിഥി കശ്യപനുമാണല്ലോ,
ഭാര്യയും ഭർത്താക്കന്മാർ. ആ അതിഥിയുടെ അന്തഃപുരത്തിലുള്ള എല്ലാ അമംഗളങ്ങൾ ഇരുട്ടും നീക്കി. അവിടെ പൊതുവേ ഇരുട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും അഥവാ വല്ല മുക്കിലും മൂലയിലും കുറച്ച് ഇരുട്ടുണ്ട് വച്ചാൽ അതുകൂടി മാറ്റി അമംഗളങ്ങളെ മുഴുവൻ നിർമാർജനം ചെയ്ത് പ്രാസൂത ചപ്രകട വൈഷ്ണവ ദിവ്യരൂപം സാ ദ്വാദശീ ചവണ പുണ്യദിനേ ഭവന്തം. ഈ തിരുവോണത്തിൻ്റെയും അവിട്ടത്തിൻ്റെയും ഇടയിൽ ഒരു ചെറിയ നക്ഷത്രമുണ്ട്. ശരിക്കും 28 നക്ഷത്രം എന്ന് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. പക്ഷെ അതെന്താ 28 ആക്കാത്തത് എന്നാണെങ്കിൽ അഭിജിത്ത് എന്നാണ് പേര്. സാധാരണ ഒരു നക്ഷത്രം പ്രായേണ 60 നാഴികയാണ്. അതിൽ ഏറ്റക്കുറച്ചിൽ വരും. ചിലപ്പോൾ 30, ചിലപ്പോൾ 15, ചിലപ്പോൾ 6.5, 2.5. ഒരു നക്ഷത്രം തീരെ ഇല്ലാണ്ട് അടക്കം വരും ഇല്ലേ, 0 എന്ന് കാണാൻ കലണ്ടറിൽ. അപ്പോൾ ആ ഏറ്റക്കുറച്ചിലുകൾ 60 ഏറ്റവും കൂടുതലാവുക. കുറവ് 0 പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവിടെ ഈ അഭിജിത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മുഹൂർത്തമാണ്. ഒരു മുഹൂർത്തം എന്നേ പറയുവയ്ക്കൂ. അതുകൊണ്ട് അതിനെ ഒരു നക്ഷത്രമായിട്ട് ഗണിച്ചില്ല. 27 നാൾ നോക്കുമ്പോൾ 28 എന്ന് പറഞ്ഞാൽ തെറ്റല്ല എന്നാണ് പറയണത്. അതാണല്ലോ 28ാമത്തെ പിറന്നാളാണ് നമ്മൾ കഴിക്കണത് അല്ലേ. 28ാം പിറന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പിറന്നാൾ 28ാം പിറന്നാളല്ല, 1ാമത്തെ പിറന്നാളാണ്. പിന്നെ ഇങ്ങനെ 28ാം പിറന്നാളാവണ്? 27ാം പിറന്നാളല്ലേ. അതുകൊണ്ട് പിറന്നതിൻ്റെ 28 അവിടെ ഈ അഭിജിത്തിനെയും കൂട്ടിയിട്ടാവാം 28 നമ്മൾ കൊണ്ടാടുന്നത് എന്നാണ്. അത് ചിലരുടെ അഭിപ്രായമാണ്. ഇപ്പം ഏതായാലും ആ ഒരു മുഹൂർത്തത്തിലാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. ഭാഗവത്തിൽ ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു. അഭിജിത്ത് എന്ന മുഹൂർത്തത്തിൽ ശ്രോണായാം ശ്രവണദ്വാദശ്യാം, ശ്രാവണ മാസത്തിലത്തെ ശ്രോണം ആണ് ഓണമായിട്ട് മാറിയത്. അതുകൊണ്ട് വാമനാവതാരത്തെ സ്മരിച്ചുള്ളത് തന്നെയാണ് ഓണം. സംശയമൊന്നും വേണ്ട. മഹാബലിയെ പുരസ്കരിച്ചിട്ടല്ല. തർക്കമാണ്. ഓണക്കാലമായാൽ നിങ്ങൾ നോക്കിക്കോളൂ, യൂട്യൂബിൽ തർക്കം കാണാം. എല്ലാ കൊല്ലവും ഉണ്ടാവും. മഹാബലിക്കോ വാമനനോ ഓണം. ഓണം വാമനമൂർത്തിക്കാണ്, അതിനൊരു സംശയവും വേണ്ട. ചില ആൾക്കാർക്ക് തോന്നി മഹാബലി ഭക്തനല്ലേ, അദ്ദേഹത്തിനൊരു സ്ഥാനം ഇരുന്നോട്ടെ, ആയിക്കോട്ടെ, ആരെതിര് പറഞ്ഞു? തൃക്കാക്കരപ്പനെ വെക്കണേൻ്റെ വലത്ത് ഭാഗത്ത് മഹാബലിയെ വെച്ചോളൂ, അതിലെന്താ തെറ്റ്? ഭഗവാനെ സംബന്ധിച്ച് ഭക്തനാണ് വലുത്, ഭക്തനെ സംബന്ധിച്ചോ ഭഗവാനാണ് വലുത്. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനും ഭക്തന്മാരും ബഹുമാനിക്കണമെന്നാണ്. കുചേലനെ കണ്ടപ്പോൾ എന്തെല്ലാം ആദരവ് കൊടുത്തു ഭഗവാൻ. അപ്പോൾ ഭക്തനെയാണ് വലുത് ഭഗവാനെ സംബന്ധിച്ച്, ഭഗവാനാണ് ഭക്തനെ സംബന്ധിച്ച് വലുത്. രണ്ടും ആയിക്കോട്ടെ, തർക്കം തീർന്നില്ലേ? എവിടെ തർക്കത്തിന് സ്ഥാനം? അതുകൊണ്ട് ഇനി മേലാൽ മഹാബലിയോ വാമനനോ വലുത് എന്ന് തർക്കിക്കരുത്. തർക്കം അവിടെ അവസാനിച്ചിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. രണ്ട് കൂട്ടരും ബഹുമാന്യരാണ്. പക്ഷെ ഓണം നിലവിൽ വന്നത് തുടക്കത്തിൽ ഭഗവാനെ ഓർത്തിട്ട് വാമന ജയന്തി തന്നെയാണെന്നേ പറഞ്ഞുള്ളൂ. തുടക്കം മഹാബലിക്ക് സ്ഥാനം കൊടുത്തു, അതിലെന്താ തെറ്റ്? അതുകൊണ്ട് തൃക്കാക്കര ക്ഷേത്രത്തിൽ 10 ദിവസത്തെ അത്തച്ചമയം എന്ന ഉത്സവമാണ് പിന്നീട് ഓണമായത്, ഓണാഘോഷമായത്. ഇത് ചരിത്രത്തിൽ കേരള ഹിസ്റ്ററി നോക്കിയവർക്ക് അറിയാം. ഇത് പറയുന്നുണ്ട്, അത്തച്ചമയമാണ് പിന്നീട് ഓണം ആയി അന്താരാഷ്ട്ര ലെവലിൽ വരേക്കും ഉയർന്ന് വലുതായത്. അപ്പം തുടക്കം വാമന ജയന്തി, തൃക്കാക്കരയിൽ വാമന പ്രതിഷ്ഠയാണ്. പക്ഷെ മഹാബലിയെ കൂടി ചേർത്തിയ തെറ്റില്ല. സത്യത്തിൽ തുടക്കം വാമന ജയന്തിയിൽ നിന്നായിരുന്നു എന്നേ പറഞ്ഞുള്ളൂ. അതാണ് പ്രാസൂത ചപ്രകട വൈഷ്ണവ ദിവ്യരൂപം സ ദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. ശ്രാവണ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിങ്ങമാസമല്ല, വേറെ വടക്കേ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന കലണ്ടർ പ്രകാരമുള്ളതാണ് ഈ ശ്രാവണം എന്ന് പറയുന്നത്. അതും ആ ശ്രാവണ മാസത്തിൽ തന്നെയാണ്
കൃഷ്ണാവതാരവും ഉണ്ടായത് എന്നാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് ജന്മാഷ്ടമിയാണ് പ്രധാനം. അപ്പോൾ വളരെ കൊല്ലങ്ങൾ കൂടുമ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിൽ അവർക്ക് ജന്മാഷ്ടമി വരും. നമ്മൾ വിചാരിക്കുന്നത് എന്താ കർക്കിടത്തിൽ കൊണ്ടുപോയി ജന്മാഷ്ടമി വെച്ചിരിക്കണം. അവർ കർക്കിടവും ചിങ്ങവും അല്ല നോക്കണത്, കേരളത്തിലത്തെ മാസമാണ്. ശ്രാവണ മാസം കുറേ കഴിയുമ്പോൾ കർക്കിടത്തിലേക്ക് വരും, പിന്നെ ചിങ്ങത്തിൽ തന്നെ വരിക. അപ്പം ജന്മാഷ്ടമിയാണ് അവർ നോക്കണം. അവർക്ക് രോഹിണി ഇല്ല, അഷ്ടമി മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും കൊണ്ടുപോയി ചിങ്ങത്തിൽ കൊണ്ടുപോയിട്ട് ആഘോഷിക്കും. ശരിക്കും അവിടെയാണ് ശരി. ശ്രാവണ മാസമാണ് അവതാര മാസം. ചിങ്ങോ കന്നിയല്ല, നമ്മുടെ കേരളത്തിൽ മാത്രമുള്ളതാണ്. ഇപ്പം എന്തായാലും ദ്വാദശി ശ്രവണ പുണ്യദിനെ, ആ ദിവസത്തിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചു എന്ന് പറഞ്ഞൊക്കെയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.